ഞെട്ടിക്കുന്ന ഒരു വിവരം വരുന്നുണ്ട്. അതായത് ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്കും ഇതിന്റെ വേരുകൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. ഉണ്ടാവുമല്ലോ, ഏത് ഭീകരവാദത്തിന്റെ വേരുകൾ ഇവിടെയാ. പക്ഷേ ഇത് ഞെട്ടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16കാരനെ ISIS-ൽ ചേർക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വെറും 16 വയസ്സുകാരൻ. അപ്പോഴേ മസ്തിഷ്ക പ്രശ്നമാണ്, ചെറുപ്രായത്തിലെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാ, അവൻ പരുവപ്പെട്ട് നല്ലൊരു ഭീകരവാദി. തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടില് ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ പ്രേരിപ്പിച്ചിട്ട് അമ്മയും രണ്ടാനച്ഛനുമാണ് ഇത് ചെയ്യുന്നത്. വെഞ്ഞാറമൂട് ഏതാണ് സ്ഥലമെന്ന് അറിയാമോ? ഒരു വീട്ടിലുള്ള സകലമാന വൈരെയും കൊന്ന ഒരാള് ഉള്ള സ്ഥലമാണ്. ഒരു വീട്ടിലുള്ള അച്ഛൻ സൗദി അറേബ്യയിലോ വിദേശ രാജ്യത്തായിരുന്നു. അപ്പോൾ അമ്മുമ്മ സഹോദരൻ, പാവപ്പെട്ട സഹോദരനെ എങ്ങനെയാണ് കൊന്നതെന്നറിയാമോ? അവനോട് പെറോട്ട വാങ്ങിക്കാൻ പെറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ മുഴുവൻ പേരെ, അവന് പെറോട്ട വലിയ ഇഷ്ടമായിരുന്നു, ആ പെറോട്ടയെ കഴിക്കാനുള്ള പൈസയും കൊടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ മുഴുവൻ പേരെയും കൊന്ന സ്വന്തം അമ്മ രക്ഷപ്പെട്ടു. തലയ്ക്കടിച്ചു, തല പൊട്ടിച്ചു, പക്ഷേ കൊല്ലാൻ പറ്റിയില്ല, ജീവനോട് ഇരിക്കുന്നുണ്ട്. ഇനി ആ മകനെ വേണ്ടാന്ന്, അവൻ ജയിലിലും കിടക്കുന്നുണ്ട്. അത്ര ക്രൂരമായിട്ട് പെരുമാറിയ ഒരാളിൻ്റെ കഥ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, ന്യൂസായിട്ട് നമ്മൾ കേട്ട. ആ സ്ഥലമാണ് ഈ വെഞ്ഞാറമൂട്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സ്ഥലവും കൂടിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏറെ ദൂരം പോകണം, കുറച്ച് ദൂരം ഉള്ള സ്ഥലം, നഗരത്തിനടുത്തല്ല. ആ സ്ഥലത്താണ് ISIS-ലേക്ക് വരെ റിക്രൂട്ടിങ് ഏജൻസികൾ ഇവിടെ പെരുമാറുക. 16 വയസ്സുകാരൻ്റെ പ്രശ്നമല്ല, അവനിലേക്ക് എത്താൻ വരെ ISIS-ൻ്റെ ടെൻറ്റക്കിൾ, അവരുടെ നെറ്റ്വർക്ക് ശക്തമായിരിക്കുന്നു. ഇന്ത്യയിലെ ഏത് പ്രദേശവും അവരുടെ നാഡീവലയത്തിലാണെന്നുള്ളതാണ് ഇതിൻ്റെ. അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട കാര്യം. തിരുവനന്തപുരം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള സ്ഥലമൊന്നുമല്ല ഡെമോഗ്രാഫിക്കലി. ഈ പറഞ്ഞ വെഞ്ഞാറമൂട് അങ്ങനെയാണ്, അവിടെ ഉള്ളൊരു മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലമാണ്. കഴക്കൂട്ടം, വർക്കല, ഇതൊക്കെ അങ്ങനെ പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെല്ലാം ഇപ്പോൾ അവരുടെ ജനസംഖ്യ തീരപ്രദേശത്തും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ ആകുമ്പോൾ അങ്ങോട്ട് ആക്സസ് കിട്ടാൻ വളരെയധികം എളുപ്പമാണ്. മഹാഭൂരിപക്ഷവും നല്ല ആൾക്കാരായിരിക്കും, ദേശബോധവും ദേശസ്നേഹവും ഉള്ളവരായിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് ഒരാളിനെ കണ്ടെത്തുക, അങ്ങനെ ഈ മുഴുവൻ പേരുടെയും ആ ഒരു സന്മനോഭാവം തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ISIS ആകുമ്പോൾ, അതിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ, തിരുവനന്തപുരം എന്ന് പറയുന്നത് VSSCയുടെ ആസ്ഥാനമാണ്, നമ്മുടെ ഈ ബഹിരാകാശ നിലയങ്ങളുടെ കേന്ദ്രമാണ്. അതൊക്കെ ഡിഫൻസിന് വേണ്ടി മിസൈലുകളെന്ന് പറയുന്നത് അതിൻ്റെ ഡിഫൻസുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇപ്പോൾ പ്രജ എന്നൊരു ഇത്തരം ഒരു കേന്ദ്ര ISROയുടെ ഒരു കേന്ദ്രത്തിലേക്ക് ചെല്ലൂ, നിങ്ങളവിടെ അവിടെ സെൻട്രൽ സെക്യൂരിറ്റി അവിടെ കാവലുണ്ട്. നിങ്ങളുടെ എല്ലാ രേഖകളും ഐഡൻറ്റിഫൈ ചെയ്ത് മാത്രമേ നിങ്ങൾ അങ്ങോട്ട് കടത്തുകയുള്ളൂ. അവിടെ നിന്ന് എന്തെങ്കിലും സാധനം പുറത്തേക്ക് കൊണ്ടുപോയാൽ അതിന് മുഴുവൻ രേഖ ഒപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് ആ സാധനം തിരിച്ചെത്തിയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കെത്തും CSIF, മനസ്സിലായോ? സെൻട്രൽ സെക്യൂരിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോഴ്സ് എന്ന് പറയുന്ന സംഘടന. അവരുടെ ആൾക്കാരവിടെ എത്തി നമ്മളെ പൊക്കിയെടുത്തുകൊണ്ട് പോകും. അത്ര സുരക്ഷാ മേഖല, അതീവ സുരക്ഷ ഉള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഔദ്യോഗിക ആവശ്യത്തിന് ഞാനൊന്ന് പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവമായി പറയുന്നത്. അന്ന് 3 ലെയറാണ് അതിൻ്റെ നമുക്ക് തരുന്ന റെസീറ്റ് എന്ന് പറയുന്നത്. 3 ലെയർ നമ്മൾ സൂക്ഷിക്കണം, ആ സാധനം അതുപോലെ കൊടുക്കണം. വെറും ഒരു വീഡിയോ ക്യാസറ്റാണ് ഞാൻ എടുത്തത് അന്നത്തെ. ഭയങ്കര സുരക്ഷയാണത്. പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം ഒരു കുളം തോന്നും, അതുപോലാണെന്നാണ് പറഞ്ഞത്. VSSCയുടെ അന്നത്തെ സയൻറ്റിസ്റ്റ് ആയിരുന്ന രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്തുമായിക്കോട്ടെ, അപ്പോൾ അത്ര സുരക്ഷതയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ എന്നുള്ള ഓർക്കണം, വിദേശത്തുനിന്ന് കപ്പൽ വരുന്ന സ്ഥാപനം, മനസ്സിലായോ? അപ്പോൾ ആ കപ്പലുകളിൽ നിന്ന് പല സാധനങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പറ്റും. കൊണ്ടുവന്ന് പല സാധനങ്ങളും ഇപ്പോൾ ഉണ്ടല്ലോ, NPK കൂട്ടുവള്ളത്തിൽ നിന്നും പിന്നെ എടുത്ത സാധനങ്ങൾ പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ പുറംകടലിൽ തന്നെ ധാരാളം കപ്പലുകൾ സ്ഫോടനം നടത്തിക്കൊണ്ട് മുങ്ങിപ്പോയില്ലേ, അതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ അറിയാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളും അതീവ ജാഗ്രതയായിട്ട് നടക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ വാഗമൺ എന്ന് പറയുന്നിടത്ത് പരിശീലനം നടത്തിയിരുന്നു. ഈ വാഗമണ്ണിൽ ഇപ്പോൾ മയക്കുമരുന്ന് കണ്ടുപിടിച്ചിരിക്കുക. നമ്മുടെ നാട്ടിൽ 2000-ൻ്റെ നോട്ട് ഇറക്കിക്കൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ പാകിസ്ഥാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ ഈ കള്ളനോട്ട് അടിച്ച് വിതരണം ചെയ്യുക എളുപ്പമാണല്ലോ. ഒരു നോട്ടുണ്ടെങ്കിൽ അതിന് 400-500-ൻ്റെ വാല്യൂ ഉണ്ടല്ലോ. അപ്പോഴാണ് മോദി ഈ 2000-ൻ്റെ നോട്ട് നിരോധിച്ചത്. എന്ന് പറയുന്നത് പോലെ
പലതരത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അവർക്ക് തകർക്കാൻ പറ്റും, വിഷം ചേർക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് ഇവിടുത്തെ രഹസ്യങ്ങൾ അങ്ങോട്ട് ചോർത്താനും പറ്റും. നമ്മുടെ മിസൈൽ ടെക്നോളജിയുടെ രഹസ്യങ്ങൾ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അവിടേക്ക് ബോംബിട്ടോ മിസൈലിട്ടോ അത് തകർക്കാനും കഴിയും. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി നമുക്കറിയാമല്ലോ, DRDOയിൽ വരെ ഇവർ ചാരകന്മാരെ വിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലും രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സമാധാനം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര ഇന്റലിജൻസ് ഈ വിഷയത്തിൽ പരിശോധന നടത്തിയ ശേഷം ഇവർക്കെതിരെ UAPA ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു മതം മാറ്റം കൂടി ഇതിന്റെ കൂടെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വെമ്പായം സ്വദേശിയായിട്ടുള്ള യുവാവ് പത്തനംതിട്ട സ്വദേശിയായ യുവതിയെ വിവാഹം കഴിച്ച് മതം മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം തീവ്ര ചിന്താഗതിയുള്ള ഇയാൾ ഈ പെൺകുട്ടിയുടെ, ഈ യുവതിയുടെ ആദ്യ വിവാഹത്തിലെ മകനെയാണ് ISISൽ ചേർക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, പ്രേരിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ വിവാഹത്തിന് ശേഷം അമ്മയും രണ്ടാനച്ഛനും UK പോകുന്നു. പിന്നീട് കുട്ടി UK എത്തുമ്പോഴാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. മസ്തിഷ്ക പ്രക്ഷാളനം എളുപ്പമുള്ള, കാരണം ബുദ്ധി കുറവുള്ള ആൾക്കാരിലേക്ക് ഈ പ്രക്ഷാളനം വളരെ എളുപ്പമാണ്. നടത്തുമ്പോൾ കാണുന്നതെല്ലാം നമ്മളങ്ങനെയല്ലേ, ഗൂഗിളിൽ വരുന്ന എല്ലാം നമ്മളങ്ങ് വിശ്വസിക്കുകയാണല്ലോ, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ചികിത്സ നടത്തുന്നപ്പോൾ ഗൂഗിൾ നോക്കിയ അങ്ങനെയാണല്ലോ അബദ്ധം പറ്റുന്നത്. അവിടെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നതിന് ഒരുമാതിരി വിദ്യാഭ്യാസം ഉള്ളവരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ പോലും അതിന് വിധേയരാകുന്നതാണ്. അപ്പോൾ അത്ര അധികം ഇൻഫ്ലുവൻസ് ആണ് ഈ ഗൂഗിളും മറ്റു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലൊരു സംവിധാനം ISന് മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ വളരെ എളുപ്പമായി. ഇപ്പോൾ ആലോചന എന്ന് പറയുന്ന ഒന്നുമില്ലല്ലോ. ഒരെണ്ണത്തിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ ആ സെർച്ച് എഞ്ചിനിലേക്ക് തിരയുകയല്ലേ ചെയ്യുക, കണ്ടെത്തുകയല്ലേ, നമ്മൾ ആലോചിക്കുന്നില്ല, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അവിടെ പ്രക്ഷാളനം വളരെ എളുപ്പം. പിന്നെ മദ്രസ വിദ്യാഭ്യാസം കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ രൂഢമൂലമായിട്ട് നിങ്ങൾ അന്യമതക്കാരൻ നമ്മുടെ ശത്രുവാണ്. എവരി അതർ മാൻ ഈസ് an alien എന്നാണല്ലോ സാർത്തർ പറഞ്ഞത്. മറ്റു മനുഷ്യരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞ, മറ്റു മതങ്ങളെല്ലാം നമ്മുടെ ശത്രുക്കളാണ്, അവനെ കൊല്ലണം എന്നൊരു ബോധം അവനിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മനസ്സിലായി? വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവൻ്റെ ശത്രുക്കളാണ്, അവനെ എങ്ങനെ കൊല്ലാവുന്നുള്ളതാണ്. UK പോകുന്നു എന്ന് പറയുമ്പോൾ അത്യാവശ്യം അഭ്യസ്ത വിദ്യരായിരിക്കണം ഈ യുവാവും യുവതിയും. എന്തായാലും ഇവര് UK നിന്ന് നാട്ടിലെത്തുമ്പോൾ ഈ ദമ്പതികള് കുട്ടിയെ ആറ്റിങ്ങലിലുള്ള ഒരു മതപഠനശാലയിലാക്കുകയാണ്. അപ്പൊ കുട്ടിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം, അതെ, കുട്ടിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കാണുകയാണ്. കാണുമ്പോൾ ഈ മതപഠനശാല അധികൃതര് എന്ത് ചെയ്തു, അമ്മയുടെ വീട്ടിൽ വിവരം അറിയിച്ചു. ഇതോടെ കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കളാണ് പോലീസിനെ വിവരം അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതൊരു, എനിക്ക് തോന്നുന്നില്ല കൃത്യമായ രീതിയിൽ നടന്നിട്ടുള്ള ഒരു വിവാഹമാണ് എന്ന് തോന്നുന്നില്ല. കാരണം കുട്ടിയുടെ അമ്മയെ മതപഠനശാല അധികൃതർ വിവരം അറിയിക്കുന്നു, ഇവർ അറിയിക്കുന്നില്ല. ഇനി ഈ യുവതി ഇത്തരത്തിലുള്ള സാറ് പറഞ്ഞ പോലെ ബ്രെയിൻ വാഷിങ്ങിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. മതം മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പൊ അതും ഇതിന്റെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. കേരള സ്റ്റോറി പറഞ്ഞിരിക്കുന്നത് പിന്നെ വള്ളി പുള്ളി വിസർഗമില്ലാതെ ശരിയാണെന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിനും അപ്പുറമാണ് സത്യങ്ങൾ. ISIൽ ചേർക്കുന്ന കാര്യം അതിനകത്ത് പറഞ്ഞിട്ടില്ല. ടെററിസ്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം അതിൽ പറഞ്ഞു. ISIൽ ചേർക്കാൻ വരെ ഇവിടെ ആളുകളുണ്ട്. അവർ ദേശസ്നേഹമുള്ളൊരു സ്ത്രീ ആയതുകൊണ്ട് അത് പോലീസിനെ അറിയിച്ചു, അല്ലേ? മതപഠനശാല അധികൃതർ ഈ കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കളെ അറിയിച്ചപ്പോ ആ ബന്ധുക്കളാണ് പോലീസിനെ അറിയിച്ചത്. നോക്കൂ, ആ അമ്മയെ അറിയിച്ചിട്ടില്ല, ബന്ധുക്കൾ അറിയിച്ചു. ബന്ധുക്കൾക്ക് ദേശസ്നേഹമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത് അറിയുന്നത്. അല്ലാതെ അറിയാതെ എന്തെല്ലാം നടക്കുന്നു. പ്രജിത, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എല്ലായിടത്തും ഉണ്ട് ഇത്. ഡോക്ടർമാരുടെ നമ്മൾ കണ്ടില്ലേ, കുറേ നാൾ മുമ്പാണ്, നമ്മളത് മറന്നുപോയിട്ടുണ്ടാവും. ഡോക്ടർമാർ പർദ്ദയിട്ട സ്ത്രീകളുടെ ഒരു ഗ്യാങ് ഇവിടെ ഉണ്ടാക്കി. മുസ്ലിം ഡോക്ടേഴ്സിൻ്റെ, അതും വനിതകളായിട്ടുള്ള മുസ്ലിം ഡോക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കി. അതിനെന്താ കുഴപ്പമെന്ന് നമ്മൾ ചോദിച്ചു. അതിൻ്റെ കുഴപ്പം ഇതാണ്, അത് വർഗീയ ചിന്തകളിലേക്ക് അവസാനം ദേശത്തിൻ്റെ നാശത്തിലേക്കുമാണ് പോകുന്നത്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുപോലെ സിനിമയിലുണ്ട് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. സിനിമയിൽ വരെ അവർ വിഷം കലക്കുകയാണ്. പിന്നെ നമ്മുടെ കുളങ്ങളിലും കിണറുകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമൊക്കെ
തീർത്ഥങ്ങളിലും വിഷം കലക്കിയില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതൊരു മതം ചെയ്യുന്നതല്ല, മതത്തിനകത്തേക്ക് ചിലരെ കൊണ്ടുപോയിട്ട് അത് ലവ് ജിഹാദ് വഴിയും ചെയ്യുന്നുണ്ട്. ആ മതത്തിലേക്ക് കൊണ്ടുപോയ ആൾക്കാരെ കൊണ്ട് കൊട്ടാരക്കരയിൽ ഈടെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അങ്ങനൊരു സമ്പ്രദായം ഇല്ല. പക്ഷേ ഒരാളിനെ സ്നേഹിക്കുന്നു, സ്നേഹമാണെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നു, മതപരിവർത്തനം നടത്തിയില്ലെങ്കിൽ കൊല്ലും. കണ്ടില്ലേ കോതമംഗലത്തെ പെൺകുട്ടിയുടെ കാര്യം? ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. എന്നിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരപ്രവർത്തനങ്ങൾ, ദേശദ്രോഹ പ്രവർത്തനങ്ങൾ, ഇതുപോലെ ദേശത്തിൻ്റെ രഹസ്യം ചോർത്തി കൊടുക്കൽ, ഒറ്റുകൊടുക്കൽ, ഡോക്ടർ ഷഹീനെ പോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും IS ചേർക്കാൻ എന്ന് പറയുമ്പോൾ ISുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഷോൺ ജോർജും PC ജോർജും പറഞ്ഞ കാര്യങ്ങളിൽ സമഗ്രമായിട്ടുള്ള ആഴത്തിലുള്ള അന്വേഷണം അനിവാര്യമായി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.